വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നുള്ളത് നാം ഏവരും കേട്ടിട്ടുള്ളൊരു പഴമൊഴിയാണല്ലേ. ഇരുമയും ഒരു മനവുമായി നമ്മുടെ ജീവിതയാത്രയിൽ എന്നും കൂട്ടായി ഒരു പങ്കാളി ഉണ്ടാവുന്ന ഒരു സുവർണമായ നിമിഷം അത് വാഴ്ത്തിപ്പാടുന്നവർ ഒട്ടനേകം പേരാണ്. ഏതായാലും വൈവിധ്യമാർന്ന സംഗീതത്തോടൊപ്പം ശുദ്ധമായ ഒരുപിടി മുഞ്ചുള്ള മാപ്പിളപ്പാട്ടുകളും നിക്കാഹ് ഗാനങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ കുട്ടിപ്പട്ടുമാലിലൂടെ കൂട്ടിക്കൊണ്ടുപോകുക. സത്യം പറഞ്ഞ നിങ്ങളുടെ ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. സോ വി വെൽക്കം യു ടു നോറ കുട്ടി കുട്ടി കുട്ടിപ്പട്ടുമാൽ, സെലിബ്രേറ്റഡ് ബൈ ചിക്കിങ്, പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ആൻഡ് powered by Thampas Electronics. ഒരായിരം കണ്ണുകളുമായി നിങ്ങൾ കാത്തിരിക്കുന്ന ഇന്നത്തെ കുട്ടിപ്പട്ടുമാലിന്റെ എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നമ്മുടെ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം റഹനത്ത, ഫിറോസിക്ക, സച്ല. നമ്മുടെ ജഡ്ജസ് തയ്യാറായി കഴിഞ്ഞു, നമ്മുടെ കുട്ടികളും തയ്യാറായി. ഇനി അവർക്ക് സ്ട്രോങ് ബാക്കിംഗ് നൽകുന്ന ഓർക്കസ്ട്രയെ നമുക്ക് സ്വാഗതം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം ദ എൻറ്റയർ ഓർക്കസ്ട്ര ടീം. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് നമ്മുടെ വെൽക്കം സച്ല ഫോർ എ സ്വീറ്റ് സോങ്. സച്ല, വെൽക്കം ബാക്ക് അഗെയിൻ. താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടിപ്പട്ടുമാലിലെ പ്രേക്ഷകർക്കായിട്ട്, നമ്മുടെ കുട്ടികൾക്കായിട്ട് ഏത് പാട്ടാണ് പാടിത്തരുന്നത്? ഏത് പാട്ടാന്ന് ചോദിച്ചാൽ ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഞാനും ഫിറോസ്കയും റഹനത്തെയും ചേർന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഫിറോസ്ക എന്തായാലും പറയും. ഫിറോസ്ക, ഒരു പാട്ടിന് ഇത്ര ഗൂഢാലോചനയോ? അത് ചോദിക്കാൻ കോൺസ്പിറസി ഇല്ല, ഒരു ഗൂഢാലോചനയില്ല. അത് ഞാൻ തുറന്ന് പറയാം ലക്ഷ്മി. എന്താണെന്ന് വെച്ചാൽ, ഉമ്മമാർക്ക് വേണ്ടി ഉമ്മ റൗണ്ടിൽ പാടി, കുട്ടികൾ പാടി തകർത്തു. ഇപ്പോൾ ഉപ്പമാർക്ക് വേണ്ടി അല്ലേ ഉപ്പ റൗണ്ടിൽ പാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഉപ്പമാരെയും ഇപ്പോൾ പാടുന്ന കുട്ടികളൊക്കെ അവർക്ക് പിന്നെ മക്കളാണ്. അപ്പോൾ അവരുടെ ആ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഒക്കെ മുൻ തലമുറയുണ്ടല്ലോ, കുറേ അമ്മൂമ്മമാർ ഒരുപാട് പേര് അല്ലേ, അവർക്ക് പ്രചോദനം കൊടുക്കുന്ന ഇവർ ഈ പാടുന്ന കുട്ടികളൊക്കെ അവർക്ക് പേരക്കുട്ടികളാണ് അല്ലേ. അപ്പോൾ ഈ അമ്മൂമ്മമാർക്ക് വേണ്ടി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന പാട്ട് അമ്മൂമ്മമാർക്ക് വേണ്ടി പാടുകയാണ്. മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും വേണ്ടി പാടുന്നു ഈ പാട്ട് ഞങ്ങൾ. മഞ്ഞു വീണതറിഞ്ഞില്ല,
ഇതെല്ലാം കുട്ടിപ്പട്ടുമാലിലൂടെ എല്ലാ അമ്മൂമ്മമാരും ഇപ്പൊ ഹാപ്പി ആയിട്ടുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി നമ്മുടെ ഉപ്പ റൗണ്ടാണ്. എൻ്റെ ഉപ്പ റൗണ്ടിൽ സ്വന്തം അച്ഛനെ പറ്റി ഒരു ബ്യൂട്ടിഫുൾ സോങ് പാടാനായിട്ട് എത്തുകയാണ് രാഹുൽ. രാഹുൽ ചേച്ചി, എൻ്റെ ഉപ്പ റൗണ്ടിൽ അച്ഛനെ പറ്റി പാടാൻ വന്നിരിക്കുകയാണ്. ആൻഡ് ലുക്കിംഗ് വെരി ഫ്രീക്ക്. അതിനു മുമ്പ് എങ്ങനെയാണ് അച്ഛൻ? നല്ല അച്ഛനാണ്. നല്ല ഫ്രണ്ട്ലി ആണോ? വഴക്ക് പറയാറുണ്ടോ? എന്തിനാ കൂടുതൽ വഴക്ക് പറയാറ്? വികൃതി കാണിച്ച്. എന്തൊക്കെ വികൃതിയാണ് നമ്മൾ കാണിക്കാറ്? എന്താണ്? അടികൂടും. അപ്പൊ പിന്നെ അച്ഛൻ വഴക്ക് പറയാണ്ടിരിക്കുകയാണെങ്കിൽ ശരി, അതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പൊ മോനു, അച്ഛന്റെ പ്രസൻസിൽ ഏത് പാട്ടാ പാടാൻ പോണേ? നേരം വെളുക്കുന്നേരം. അപ്പൊ റിഹേഴ്സലിനൊക്കെ അച്ഛൻ പാടി കേട്ടിരുന്നോ? അപ്പൊ അച്ഛൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞോ? അതൊക്കെ തിരുത്തി നല്ലപോലെ പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. നേരം വെളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ എൻ ബാപ്പ. ഉരുകുന്നെന്റുമ്മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ. ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ. നേരം വെളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ എൻ ബാപ്പ. ഉരുകുന്നെന്റുമ്മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ. ഓ റഹ്മാനെ
ചേച്ചി. അങ്ങനെ എൻ്റെ ഉപ്പ റൗണ്ടിൽ അച്ഛനെ പറ്റി പാടിക്കഴിഞ്ഞല്ലേ? അപ്പോൾ അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനെ നമുക്ക് വിളിക്കാം വേദിയിലേക്ക്. വിളിക്കും. നേരം വെളുക്കും നേരം വല വീശാൻ പോയല്ലോ ബഹറിന്റെ മീതെ എൻ ബാപ്പ. ഉരുകുന്നെന്തും മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ. ഓ അപ്പോൾ രാഹുലിൻ്റെ അച്ഛൻ ഇതാ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്കിൾ കുട്ടിപ്പട്ടർമാലിലേക്ക് സ്വാഗതം. പേരെന്താ? രാമേന്ദ്രൻ, രാഹുൽ രാമൻ. അതെ അല്ലേ? ഓക്കെ. ആൻഡ് ഇന്ന് ഉപ്പ റൗണ്ടിലാണ് അങ്കിളോട് എത്തിയത്. എന്താ ചെയ്യണേ? വർക്ക് ചെയ്യാണോ? വർക്ക് ചെയ്യാം. എവിടെയാണ്? നാട്ടിൽ തന്നെ. നാട്ടിൽ തന്നെയാണ്. ഇതിനു മുമ്പുള്ള ഒരു തവണ മാത്രമേ നമ്മുടെ ഷൂട്ടിന് വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഉപ്പ റൗണ്ട് ആയതുകൊണ്ട് തന്നെ മോ പാടുന്നത് ലൈവായിട്ട് കേൾക്കാമെന്നായിരിക്കും അല്ലേ? എന്ത് തോന്നി പാടിക്കഴിഞ്ഞപ്പോ? വളരെ നന്നായി പാടിയെന്ന്. നന്നായി പാടിയെന്ന് തോന്നി. രാഹുലിന്റെ അമ്മ വന്നിട്ടില്ലേ ഇത്തവണ? അപ്പോ അമ്മയിലേക്ക് നമുക്കൊന്ന് പോവാം. ആന്റി, ഇന്ന് എങ്ങനെയാണ് അങ്കിള്? നല്ല ആളായിരുന്നു. നല്ല ആളാണ്. അത് പിന്നെ ആരെങ്കിലും പൊട്ടാളാണെന്ന് പറഞ്ഞു. നല്ല ആള്. ശരി, എന്തെങ്കിലും ആഗ്രഹം ഇനി സാധിക്കാനായിട്ട് ബാക്കി നിൽക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പ്രത്യേകിച്ചൊന്നും. അത് നേരത്തെ പറഞ്ഞല്ലോ അല്ലേ, നല്ല ആളാണെന്ന്. എന്നാലും രാഹുലിന് വേണ്ടി ഇപ്പൊ എന്ത് പറഞ്ഞാലും അത് സാധിക്കും, അങ്ങനെയാണ്. സാധിച്ചു കൊടുക്കാറുണ്ട്. അല്ല, ആന്റിക്ക് എന്തെങ്കിലും സാധിക്കാനുണ്ടെങ്കിലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എല്ലാം സാധിച്ചായിരുന്ന ആള് തന്നെയാണ്. എന്നാലും രാഹുൽ എന്തെങ്കിലും ഒന്ന് പറയിപ്പിക്കണോ? ഷിജ പാട്ട് പാടുന്നത് കേൾക്കാറുണ്ട്, അപ്പൊ ഒരു പാട്ട് പാടിക്കാം. ആഹാ, കൊള്ളാം. എന്തായാലും മോൻ അച്ഛനായിട്ടൊരു സമ്മാനം കൊടുത്തു. ഇനി ഭാര്യയും കൂടി ഒരു സമ്മാനം തരട്ടെ അല്ലേ? അപ്പൊ ഇരട്ടി മധുരാവും തീർച്ചയായിട്ടും. അപ്പൊ അങ്കിൾ ആ ഒരു എന്താ പറയാ മധുരമായ ആ ഒരു വാക്കുകൾ കൊണ്ട് തന്നെ ഒന്ന് പറയൂ ഭാര്യയുടെ അടുത്ത്. രണ്ടുപേരും പാടിത്തരാം. ഭാര്യ ഒന്ന് പാടിക്കൊടുക്കും. ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് ആ ആളുടെ ഭാര്യ ഒന്ന് പാടിത്തരും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഹലോ, സ്വന്തം ഭാര്യയോടല്ലേ? സ്വന്തം ഭാര്യയോടാ പറഞ്ഞു. എന്താ വിളിക്കാറ് വൈഫിനെ? പേരാ വിളിക്കാറ്. ശ്രീജാന്ന്. ശ്രീജ ഒന്ന്. ശ്രീജ ഭാര്യ ഒന്ന് പാടിക്കൊടുക്കും. ആദ്യം പേര് വിളിച്ചു, ഭാര്യയാണെന്ന് ഒന്നും കൂടെ കൺഫേം ചെയ്തു. ഇനി രണ്ടുപേരും ഒന്ന് പാടിക്കൊടുക്കൂ. ഒരു മധുരക്കിനാവിൻ ലഹരിയിരുന്നു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാണൊരു പൊൻവാൾ നീ, തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. താങ്ക് യു ആന്റി. ഏതായാലും നല്ല ഫ്രീക്ക് ആയിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ. ലക്ഷ്മി, ഒരു കാര്യം, നേരത്തെ ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. അല്ല, ഇത് വെറുതെ ഞാൻ ജസ്റ്റ് ഒരു തമാശ പറഞ്ഞതൊന്നുമല്ല. ഇവിടെ ഇരുന്ന് ഭയങ്കര പ്രാക്ടീസ്, എന്നിട്ട് ആ ബ്രീത്ത് വരെ എൻ്റെ അടുത്ത് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചു. ആന്റി മാർക്ക് വേണോ? എന്തായാലും ഇപ്പൊ ബ്രീത്ത് കൺട്രോളും ബ്രെത്ത് കൺട്രോളും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് പാടിയത്. ഇനി ജഡ്ജസിന്റെ മാർക്കും കൂടെ എൻ്റെ മാർക്കും കൂടി മോന് കൊടുത്താൽ മതി. ഓ, എനിക്ക് വയ്യ. അപ്പൊ ഇതെല്ലാം നീ ഒരു ലക്ഷ്മി ന്യൂ ജനറേഷൻ അമ്മ കേട്ടോ. അതെ അതെ അതെ. ഞാൻ പ്രതീക്ഷിച്ചത് ഉജ്ജയിനിയിലെ ഗായിക എന്നൊക്കെ പാടുന്ന അതായിരുന്നു. ഒരു മധുരക്കിനാവിൻ. ന്യൂ ജനറേഷൻ അമ്മയാണ്, ഒരു സംശയമില്ല. ശരി, അപ്പൊ ഏതായാലും അമ്മ നേരത്തെ പറഞ്ഞു ഒരു കുടമുല്ലപ്പൂ ഇരിഞ്ഞു എന്നൊക്കെ. അപ്പൊ ഈ കുടമുല്ലപ്പൂവിന്റെ പാട്ടും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അപ്പോൾ അമ്മയുടെ പാട്ടിൻ്റെയും കൂടെ മാർക്ക് മോനാണ് തരാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം ഫിറോസ്ക്ക് എടുത്ത് ചോദിക്കാം അല്ലേ? ഫിറോസിക്ക നന്നായി പാടി മുന്നേ, താങ്ക് യു. നന്നായി പാടി. വോയിസിന് ചെറിയ സ്ലിപ്പ് വരുന്നുണ്ടോ? ജലദോഷം. ആ, ശബ്ദം ചെറിയ അടവ് മോന്. അത് സ്ലിപ്പ് പേടിച്ച ഞാനിങ്ങനെ കേട്ടത് പല സ്ഥലങ്ങളും. ചെറിയ സ്ലിപ്പ്. പക്ഷേ ദാഹം പെരുത്തുപോയോ നാടി തളർന്നു പോയോ എന്നൊക്കെ പാടിയില്ലേ? ആ പോയോയിലൊരു സംഗതി പാടിയില്ലേ? ഓഹ്, അസാധ്യമായിരുന്നു. നല്ലൊരു പാട്ട്. മൂസക്കയുടെ ഹസൻ ഹസീൻ എഴുതി നമ്മുടെ മരിച്ചുപോയ ഒരുപാട് നല്ല പാട്ടുകൾക്ക് ഈണം കൊടുത്ത PC ലിയാക്കത്ത് വടകര. ലിയാക്കത്ത് ട്യൂൺ കൊടുത്ത് മൂസക്ക പാടിയ നല്ലൊരു പാട്ട് കൊണ്ടുവന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. സച്ല, എനിക്ക് തോന്നിയൊരു കാര്യം, മോൻ ഇതുവരെ ഈ സ്റ്റേജിൽ പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിംഗിങ് ഈ സോങ്ങാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താ വെച്ചാൽ എനിക്ക് രാഹുൽ പാടിയാൽ ഈ പാട്ടിൽ എനിക്ക് ഭയങ്കര കൺട്രോൾ ചെയ്ത് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പ്ലാൻസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ പാടിയതിൽ എനിക്ക് ഈ പാട്ടിലാണ് കൂടുതൽ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്.
അമ്മ അടിപൊളി പാട്ടിപ്പം പാടിയില്ലേ, അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാഹുലിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, വേറെ സ്റ്റേജ് ഷോസിലൊക്കെ പാടുന്നത്. അപ്പോഴൊക്കെ രാഹുൽ ഓഡിയൻസിനൊക്കെ അടിച്ചു പൊളിച്ച് പാടി തകർത്ത് അവരൊക്കെ ഇളക്കി മറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഹുലിൻ്റെ കൂടെ എപ്പോഴും അമ്മയായിരിക്കല്ലേ വരാറ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് അമ്മയ്ക്ക് ഈ ഒരു എനർജി. ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുക എല്ലാവരും. മോനെ ഇതുപോലെ നന്നായിട്ട് ഇനിയും പാടണം. ഓക്കെ, താങ്ക് യു സോ മച്ച് സജില. റഹ്നത്ത. രാഹുൽ അടിച്ചു പൊളിച്ച് പാടി കേട്ടാ. മോനിപ്പോൾ ഈയിടെയായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് തന്നെയാണ് മോനെ കഴിഞ്ഞ റൗണ്ടിലും ഇപ്പോഴും മോനെ ഇനി കിട്ടാൻ പോകുന്നത് കേട്ടോ. അത്രയ്ക്ക് പ്രാക്ടീസ് ഉണ്ട് മോൻ. എനിക്ക് തോന്നുന്നു മൂസക്കാൻ്റെ കൂടെ പ്രോഗ്രാം പോവാറുണ്ട്. അപ്പോൾ ഈ പാട്ട് മൂസക്കാരുടെ നിന്ന് പഠിച്ചോ? എങ്ങനെയായിരുന്നു? മൂസക്കാണ് പറഞ്ഞു തന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മൂസക്ക പറഞ്ഞു തന്നതാണോ അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓരോ പോർഷനിലും ശരിക്കും നന്നായിട്ട് ഫീൽ കൊടുക്കേണ്ടവിടത്തൊക്കെ നന്നായിട്ട് തന്നെ. കാരണം മൂസക്കയുടെ വോയിസ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളതാണ്, ഒരു ഗംഭീരമായിട്ടുള്ളൊരു വോയിസ് അല്ലേ. അപ്പോൾ അതിലൊക്കെ മോൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മോൻ അത് പാടിയിട്ടുണ്ട്. എനിക്കും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. അത്രയും അത് പറയേണ്ട ഒരു കാര്യം തന്നെ. രാഹുലിന് നമ്മൾ നല്ലൊരു കൈയോട് കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നല്ല എഫേർട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് റഹ്നത്ത. അങ്ങനെ രാഹുലിനുള്ള മാർക്സ് ചോദിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആദ്യം റഹ്നത്തയിൽ നിന്ന് തുടങ്ങാം. റഹ്നത്ത ഔട്ട് ഓഫ് 40 38.5. 38.5 ആണ് ഔട്ട് ഓഫ് 40. ഫിറോസിക്ക രാഹുലിന് 38.5. 38.5 ഔട്ട് ഓഫ് 40. Then സജ്ല ഔട്ട് ഓഫ് 20. ഞാൻ 19 തരും. 19 out of 20. Thank you Sajila and thank you all judges. അങ്ങനെ രാഹുലിന്റെ ടോട്ടൽ സ്കോർ 96 out of 100 ആണ്. ഗ്രേറ്റ് സ്കോർ. ഓക്കെ, നമ്മുടെ ജഡ്ജസ് പറഞ്ഞു നല്ലപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ചേഞ്ചസ് ആണ് ഇതൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇനിയും ഇത് കീപ്പപ്പ് ചെയ്ത് അടുത്ത തവണ 99-100 ഇട്ടിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു അങ്കിൾ. ഇനി ജോലിയാണെന്നൊന്നും പറഞ്ഞ് എക്സ്ക്യൂസ് പറയരുത്, വീണ്ടും ഞങ്ങളെ ചിരിപ്പിക്കാനായിട്ട് എത്തുക. ഏതായാലും അടുത്തത് നമ്മുടെ കുട്ടി പട്ടർമാലിൽ ഒരു നിക്കാഹ് റൗണ്ടാണ്. അപ്പോൾ കല്യാണ പാട്ട് കേൾക്കാൻ നിങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് പാടുന്നത് നിങ്ങളുടെ 2 ഫേവറേറ്റ് contestants ആണ്. Let's welcome Ashin and Twinkle onto the dais. Ashin, Twinkle, രണ്ടുപേരിലും ഭയങ്കര റിമാർക്കബിൾ ചേഞ്ചസ് ഒക്കെ തോന്നുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് നമ്മൾ ഇത്ര ഗെറ്റപ്പിലൊക്കെ വരാമെന്ന് വിചാരിച്ചല്ലേ. ആൻഡ് സ്പെക്സ് പവർ ഉണ്ടോ? ചെറിയൊരു പവർ ഉണ്ട് കേട്ടോ. ശരി. ആൻഡ് മോളു ലുക്കിംഗ് വെരി ഗോർജസ്. ഇത് എവിടുന്ന് വാങ്ങിയ ഡ്രസ്സാ? ദുബായിന്ന് തയ്പ്പിച്ചത്. ആരെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നാണോ? കഴിഞ്ഞ തവണ പറത് തന്ന പോലെ അല്ല അല്ലേ, ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തവണ ആരാ പാട്ടൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? പപ്പയാണ്. ആൻഡ് മോനു ഏത് സോങ്ങാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ തളിർമുല്ല വിചാരിച്ച. ഓക്കെ, ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പാട്ടാണ് പാടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞത്. എനിവേ നല്ല കെമിസ്ട്രി ഉണ്ടാവട്ടെ, നല്ലപോലെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഡൺ. ഇത്തവണ ഉമ്മ ഒന്നുമില്ല അല്ലേ? ഉപ്പയാണ്. കുഴപ്പമില്ല, നമുക്കിത് കഴിഞ്ഞിട്ട് ഉമ്മ വിളിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ സുലഭ സുരബില നിർവൃതി എന്തൊരാവേശം മണവാട്ടി അണിയുന്നൊരു മാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നൊരു മാഞ്ചം. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ സുലഭ സുരബില നിർവൃതി എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നൊരു മാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നൊരു മാഞ്ചം. ശ്രുതിയിൽ മുഞ്ചത്തിമാർ കളിയാക്കി ചിരിച്ച് ഹരമുള്ള കെസ്സും പാടി കളിയാക്കാൻ തുടങ്ങി. മയിലാഞ്ചി ചുവപ്പിച്ച തളിർ കൈയും കുലുക്കി മണിമാറും മോറും കാട്ടി മയങ്ങിടാൻ തുടങ്ങി.
കളിയാക്കി ചിരിച്ച് ഹരമുള്ള കെസ്സും പാടി കളിയാക്കാൻ തുടങ്ങി. മൈലാഞ്ചി ചുവപ്പിച്ച തളിർ കയ്യും കുലുക്കി മണിമാറും മോറും കാട്ടി മയങ്ങിടാൻ തുടങ്ങി. ഒരു നല്ല ജീവിത പുഷ്പവാടി ഒരു കുന്നുമണിമാരൻ ഈരാവേ. എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത്. ഈ അസുലഭ സുരഭില നിർവൃതിയിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം. അറയ്ക്കുള്ളിൽ കടന്നിടും പിരിശപ്പൂ മലര്. മുഹബത്തിൻ കളിക്കൂട്ടിൽ വരുമല്ലോ കിളിയെ. മുഖം കൊത്തി കളിക്കല്ലേ കുസൃതിയിൽ കുയില്. മണമുള്ള മലരിന്റെ മാല ചാത്തും നിനക്ക്. അരയ്ക്കുള്ളിൽ കടന്നിടും പിരിശപ്പു മലരെ. മുഹബത്തിൻ കളിക്കൂട്ടിൽ വരും നല്ലോ കിളിയെ. മുഖം പൊത്തി കളിക്കല്ലേ കുസൃതിയിൽ കുയിലെ. മണമുള്ള മലരിന്റെ മാല ചാർത്തും നിനക്ക്. നിനക്കായിട്ടിഹത്തിന്റെ സുമവാടി അഹദവൻ തുണയാക്കി തീരാവ്. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം മണവാട്ടി അണിയുന്നു രോമാഞ്ചം. തളിർമുല്ല വിധാനിച്ച മണിയറയിൽ പുതുമാരനണഞ്ഞിടും സുദിനമിത്. ഈ അസുലഭ സുരഭില നിർവൃതിയിൽ മണവാട്ടി അണിയുന്നു രോമാഞ്ചം. എന്തൊരാവേശം എന്തൊരാഹ്ലാദം 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 മണവാട്ടി അണിയുന്നു രോമാഞ്ചം. അശ്വിൻ ആൻഡ് ട്വിങ്കിൾ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആരും ഇവിടെ ഇരുന്നിട്ടില്ല എന്ന്. എല്ലാവരും എന്താ പറയാ, ഡാൻസും ശരിക്കും തകർത്ത് എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടുകളുള്ള ഏതൊരു സ്റ്റേജിലും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരാറുള്ളൊരു സോങ് ആണിത് അല്ലേ. ആൻഡ് പാടി പാടി ലാസ്റ്റ് എന്തായിരുന്നു? ഇതൊന്ന് കാണിച്ചേ, ഇതൊന്ന് കാണിക്കേ. ഈ കൈതാടോ, ഓ ട്വിങ്കിളിന് മാത്രമേ കൈ കൊടുക്കൂന്നാ തോന്നണേ. എനിക്ക് അല്ല, ഇതെന്തായിരുന്നു? പാടി പാടി നിങ്ങൾ ഒന്നിച്ചോ? അല്ല അല്ല, നിങ്ങൾ കൈ എടുത്തോളൂ. എന്തായിരുന്നു അത്? അത് ടിങ്ങളുടെ പപ്പ പറഞ്ഞു. നല്ല പപ്പ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാ പപ്പമാരും ഇങ്ങനെ ആവട്ടെ. ശരി, അപ്പോൾ നന്നായിരുന്നു നിങ്ങളുടെ ആ ഒരു പെർഫോമൻസും ആ ഒരു കോർഡിനേഷനും ആ ഒരു ഇമ്പാക്റ്റ് നന്നായി ക്രിയേറ്റ് ചെയ്തെടുത്തു. ആൻഡ് കോറസ് ടീം നല്ലപോലെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം രഹനത്തിൽ നിന്ന് തുടങ്ങാം. രഹനത്ത, രണ്ടുപേരും അടിച്ചു പൊളിച്ചെന്നെ പാടി. പിന്നെ എനിക്ക് തോന്നുന്നു മോൻ ആ ബേസിൻ്റെ ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഈ ഒരു മോന് തോന്നിയോ? മോനൊന്ന് പറഞ്ഞേ ആദ്യം. ട്വിങ്കിൾ അത്ര ഹൈ കിട്ടാത്തോണ്ട് ബേസിലാ പാടി. മോന് സാധാരണ ഉള്ളതിലൊന്ന് കുറച്ചോ? അതെ, കുറച്ച്. അപ്പം ശരിക്കും ആ ബേസിൻ്റെ മോൻ മാക്സിമം മോൻ ട്രൈ ചെയ്തു അല്ലേ. പിന്നെ ടിങ്കിളിന് പറയുകയാണെങ്കിൽ മോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു കേട്ടോ. ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് മോൾ ഒത്തിരി. പിന്നെ ചെറിയുള്ള പ്രശ്നങ്ങൾ എന്നാലും മോള് ബെറ്ററായി, ഒരുപാട് ബെറ്ററായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോമ്പറ്റീഷനേക്കാളും എനിക്കൊരു ലൈവിൽ നമ്മൾ ഇങ്ങനെ ഓഡിയൻസും അങ്ങനെ ഒരു ഹരായിട്ട് നിൽക്കുന്ന ഒരു സോങ് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ എനിക്ക് ഇവിടെ തോന്നിയത്. പിന്നെ ചില്ലറ പ്രശ്നങ്ങൾ വന്നത്
അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് പറഞ്ഞു കേട്ടോ. നന്നായിരുന്നു. താങ്ക് യു റഹ്നത്ത. ഫിറോസിക്ക. അഷിൻ ട്വിങ്കിൾ എന്താ നിൽക്കുന്നത്? നന്നായി പാടി. നല്ലൊരു പാട്ട്, നല്ല മേളമുള്ള ഒരു പാട്ട്, ഒരു ഡ്രം ബീറ്റുള്ളൊരു പാട്ട്. അതാണ് എനിക്ക് വലിയ സന്തോഷം. പൊതുവേ തബലയുടെ നടയുള്ള പാട്ടുകൾ 3/4-ലും 6/8-ലൊക്കെ വരുമ്പോൾ ഡ്രമ്മിൻ്റെ ബീറ്റുള്ളൊരു പാട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ആവേശമായിരിക്കും. ആ പാട്ടിലുള്ള പോലെ തന്നെ എന്തൊരാവേശം, എന്തൊരാഹ്ലാദം. ഈ പാട്ട് കേൾക്കുവാൻ രോമാഞ്ചം എന്ന് വേണമെങ്കിൽ പാടാം അല്ലേ? മോള് അഷിൻ്റെ കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പവർ ഉൾക്കൊണ്ട് അതിലേക്ക് എത്തി പിടിക്കാനുള്ള ശ്രമം പരമാവധി നടത്തിയിട്ടുണ്ട്. ട്വിങ്കിളേട്ടാ മാക്സിമം പാടി. പിന്നെ ഒരു നല്ല ജീവിത എങ്ങനെയാണ് പാടി ഇങ്ങോട്ട് വരിക എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു, അതിൻ്റെ കുറേ സംഗതികളൊക്കെ. പക്ഷേ മോളുടെ ഒരു സ്റ്റൈലിൽ മോളത് പാടി നല്ലൊരു പാട്ട് കൊണ്ടുവന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി നമുക്ക് ജഡ്ജ്മെന്റ് സജില എടുത്ത് ചോദിക്കാം. സജില. അശ്വിൻ ആൻഡ് ട്വിങ്കിൾ അടിച്ചു പൊളിച്ചു കേട്ടോ. ഈ പാട്ടിൽ തന്നെ ഒരു ആവേശമുണ്ട് അല്ലേ, ഒരു എനർജി ഈ പാട്ടിലുണ്ട്. എന്തായാലും ആ ആവേശവും എനർജിയും ഒക്കെ നിങ്ങൾ ഈ സ്റ്റേജിൽ കൊണ്ടുവന്നു ഈ പാട്ടിലൂടെ. എനിക്ക് അശ്വിൻ്റെ സിംഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നന്നായിട്ട് എപ്പോഴും പാടുന്ന ഒരു സിംഗറാണ് അശ്വിൻ. പാടിയതൊക്കെ നല്ല പെർഫെക്ഷനോടെ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. പ്ലാൻസ് ആണെങ്കിലും ഒക്കെ ആ ഒരു ആവേശമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ട്വിങ്കിളുടെ കാര്യം പറയുകയാണെങ്കിൽ ട്വിങ്കിൾ ഫസ്റ്റ് ഈ സ്റ്റേജിൽ വന്ന ട്വിങ്കിളല്ല പിന്നത്തെ റൗണ്ടിൽ വന്നത്. പിന്നെ റൗണ്ട്സ് കഴിയുന്തോറും ട്വിങ്കിൾ ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച് സജില. അപ്പോൾ ഇനി നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ട്വിങ്കിളിനും ഈ റൗണ്ട് കഴിഞ്ഞപ്പോൾ നിക്കാഹ് റൗണ്ടിൽ എത്ര മാർക്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. റഹ്നത്ത ഔട്ട് ഓഫ് 40. 37.5. 37.5 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക ഔട്ട് ഓഫ് 40. അഷിന് 37.5. 37.5 ആണ് അഗൈൻ ഔട്ട് ഓഫ് 40. ദെൻ സജില ഔട്ട് ഓഫ് 20. അശ്വിന് 18. 18 ഔട്ട് ഓഫ് 20. അശ്വിൻ്റെ നിക്കാഹ് റൗണ്ട് കഴിഞ്ഞപ്പോൾ മോന് ലഭിച്ചിട്ടുള്ളത് 93 ആണ് ഔട്ട് ഓഫ് 100. ഡോണ്ട് വറി. ഓക്കെ, നമുക്ക് അടുത്ത റൗണ്ടിൽ വീണ്ടും മേക്കപ്പ് ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് ട്വിങ്കിളുടെ മാർക്ക് അറിയണം. ചോദിക്കാം നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ട്വിങ്കിളിന് എത്ര മാർക്കാണെന്നുള്ളത്. ആദ്യം റഹ്നത്ത ഔട്ട് ഓഫ് 40. 37. 37 ഔട്ട് ഓഫ് 40. ഫിറോസിക്ക. ട്വിങ്കിളിന് 37. 37 ഔട്ട് ഓഫ് 40. ദെൻ സജ്ല. ട്വിങ്കിളിനും ഞാൻ 18 തരും. ഓക്കെ, താങ്ക് യു സജില ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. അങ്ങനെ മുള്ള ടോട്ടൽ സ്കോർ 92 ഔട്ട് ഓഫ് 100 ആണ്. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റ്സ്. അടുത്ത റൗണ്ടിൽ വീണ്ടും കാണാം. ആൻഡ് ഓർക്കസ്ട്ര അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻറ്റയർ കോറസ് ടീമിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഏതായാലും അടുത്തത് എൻറ്റുപ്പ റൗണ്ടാണ്. എൻറ്റുപ്പ റൗണ്ടിൽ പാടാനായി എത്തുന്നത് മെഹറിനാണ്. സോ ലെറ്റ്സ് വെൽക്കം മെഹറിൻ. മെഹറിൻ ചേച്ചി ഈ കളർ നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഒരു പ്ലസന്റ് ഫീലിംഗ് തോന്നുന്നുണ്ട്. ആൻഡ് മെഹറിൻ ഇന്ന് വന്നിട്ടുള്ളത് ഉപ്പ റൗണ്ടിലാണ്. ഉപ്പ പറ്റി പറയാൻ പറഞ്ഞ എന്തൊക്കെയാ പറയാ? ഉപ്പ കുക്ക് ചെയ്യോ അതോ ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന മാത്രം കഴിക്കോ? അങ്ങനെയൊന്നുമില്ല, ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കും. ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ദിവസം ഉമ്മ ഇല്ലെങ്കിൽ തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ? എന്നിട്ട് കഴിച്ചിട്ടുണ്ടോ ഓംലെറ്റ് ഒക്കെ? ടേസ്റ്റ് ഉണ്ടോ? അതൊക്കെ ടേസ്റ്റ് ഉണ്ട്. കാരണം ഇനി ഞങ്ങൾക്ക് അതൊക്കെ കിട്ടേണ്ടതാണല്ലേ മെഹറിൻ. അപ്പോൾ ഇന്ന് ഉപ്പയുണ്ട്. ഉപ്പയുടെ സാന്നിധ്യത്തിലാണ് മോള് പാടാൻ പോണേ. ഏത് പാട്ടാ പാടുന്നേ? ശ്രീ മലപ്പുറം ഗഫൂർ ഖയാം സംഗീതം ചെയ്ത വാർമേഘം പോലെ. ഓക്കെ, നല്ലപോലെ റിഹേഴ്സലൊക്കെ നടത്തിയിട്ടില്ലേ? നടത്തിയിട്ടുണ്ടല്ലേ. അപ്പം നല്ലപോലെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വാർമേഘം പോലെ വാത്സല്യത്തോടെ തഴുകുന്നതാര്, വറ്റാത്തോരാറായി മക്കൾ തൻ കൽവിൽ ഒഴുകുന്നതാര്, ഉപ്പയെന്നു നാം വിളിച്ചിടുന്നു പേര്, കേൾക്ക മണ്ണിൽ നമ്മൾ കേകിടുന്നു വേര്, ഉപ്പയെന്നു നാം വിളിച്ചിടുന്നു പേര്, കേൾക്ക മണ്ണിൽ നമ്മൾ കേകിടുന്നു വേര്,
മെഹറിൻ, ചേച്ചി അങ്ങനെ എൻ്റെ ഉപ്പ റൗണ്ടിൽ പാടിക്കഴിഞ്ഞല്ലേ? ശരിക്കും മോള് പാടിയപ്പോൾ ഒരു കുട്ടി പാട്ട് പാടുന്ന പോലെ തോന്നി കേട്ടോ. അത്രയും എന്താ പറയുക, ഇന്നസെൻ്റ് ആയിട്ട് പാടുന്ന പോലെ തോന്നി. ആൻഡ് ഉപ്പ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഉപ്പയെ നമുക്ക് വിളിക്കാം. വിളിക്കാം. ഉപ്പാവാ. ഉപ്പയെന്നു നാം വിളിച്ചിടുന്നു പേര്, കേൾക്ക മണ്ണിൽ നമ്മൾ കേകിടുന്നു വേര്. ഉപ്പയെന്നു നാം വിളിച്ചിടുന്നു പേര്, കേൾക്ക മണ്ണിൽ നമ്മൾ കേകിടുന്നു വേര്. കൊഞ്ചിക്കും തോളിലേറ്റും കൊതിയോടെ ബാല്യത്തിൽ ഉപ്പ പോറ്റും. ഉപ്പ, വെൽക്കം ടു കുട്ടിപ്പാട്ടുമാൽ. താങ്ക് യു. ഉപ്പ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ ഇങ്ങനെ പറയാണ്, ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ സംഭവം തന്നെയാണല്ലേ എന്ന്. കാരണം അവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ഒരു എന്ത് തോന്നി ഈ കുട്ടിപ്പാട്ടുമാൽ ഈ ഒരു ഫ്ലോറിൽ വന്ന് നിന്നപ്പോൾ? ഇതൊരു വലിയ ഭാഗ്യമാണ്. കാരണം എല്ലാ റിയാലിറ്റി ഷോയിലും എല്ലാ ഉപ്പമാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണത്. നമ്മുടെ കുട്ടിപ്പട്ടർമാരിൽ ഉപ്പമാർക്ക് കിട്ടി, അതുപോലെ തന്നെ ഉപ്പമാർക്കും കിട്ടി. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഉപ്പയുടെ പേര്? എൻ്റെ പേര് മുജീബ്. മുജീബ് അല്ലേ? ഓക്കെ. ആൻഡ് ഉപ്പയ്ക്ക് എന്ത് തോന്നി മോള് പാടിക്കഴിഞ്ഞപ്പോൾ? കുഴപ്പമില്ല, നന്നായി കുഴപ്പമില്ലാതെ പാടി അല്ലേ? മെഹറിൻ പാടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് നമ്മുടെ സാധിച്ചു തരുന്നതായിരിക്കും മെഹറിൻ്റെ ഉപ്പ. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? അതോ ഇപ്പോൾ ഇതിനു മുമ്പൊക്കെ ഒരുപാട് ഇത്തന്മാരൊക്കെ പറഞ്ഞ എല്ലാ ആഗ്രഹവും സാധിച്ചു എന്ന്. പക്ഷെ അങ്ങനെ പറയില്ല, എന്തോ ഒരു ആഗ്രഹം ആ മുഖത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലേ? എൻ്റെ കേസിൽ പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഒരു ഉപ്പ തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാനത് ആഗ്രഹം പറയുകയാണെങ്കിൽ അതൊരു അഹങ്കാരമായി മാറും. കാരണം എന്താ വെച്ചാൽ എൻ്റെ +2 കഴിഞ്ഞ ഉടനെ മാരേജ് കഴിഞ്ഞു ഞങ്ങളെ. പിന്നെ അതിനുശേഷം ഞാൻ ഡിഗ്രി ചെയ്തത് ഉപ്പാൻ്റെ നിർബന്ധത്തിനാണ്. പിന്നെ BEd ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പോൾ വർക്ക് ചെയ്യേണ്ടതൊക്കെ ഉപ്പാൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ അതിലപ്പുറം ഒരു ഭാഗ്യം കിട്ടാനില്ലല്ലോ ഇനി. എന്നാലും ഒരു പൊട്ടിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ആഗ്രഹം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ഉപ്പാൻ്റെ സ്നേഹം എനിക്ക് അധികം കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ ഉപ്പ ഒരു പ്രവാസിയായിരുന്നു. പിന്നെ 25 വർഷം കഴിഞ്ഞ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ചത് ഒരു രോഗമായിട്ടാണ് അവിടുന്ന് വന്നത്. പിന്നെ അതിന് ശേഷം ഞങ്ങളെ വിട്ടുപോയി. അപ്പോൾ എനിക്കെന്തായാലും ഉപ്പ എന്ന് പറഞ്ഞാൽ മാസത്തിൽ 40 ദിവസത്തിന് വിരുന്ന് വരുന്ന ഒരു വിരുന്നുകാരനായിരുന്നു. അപ്പോൾ അതേ ഒരു അവസ്ഥ എൻ്റെ മക്കൾക്ക് ഒരിക്കലും ഉണ്ടാവരുത്. ഉപ്പാൻ്റെ സ്നേഹം നന്നായി കിട്ടി എൻ്റെ മക്കൾ വളരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ശരിയാണ്, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഒരു മനസ്സിന് ഇണങ്ങി അത്ര രീതിയിൽ ഇവരെ സ്നേഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നറിയില്ല. ഒരു ചെറിയൊരു കാർക്കശ്യ ബുദ്ധിയൊക്കെ ഉള്ള ആളുകളായതുകൊണ്ട് കുറച്ച് അച്ചടക്കത്തോടു കൂടിയാണോ, കൂടുതൽ അച്ചടക്കം ഇവരെ പേരിൽ പ്രയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആണോ മെഹറിൻ ഉപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? ഞാനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, വെറുതെയാണ്. അങ്ങനെ വെറുതെ തോന്നലാണല്ലേ? അടിക്കാറുണ്ടോ? പറഞ്ഞു നീ ഇടയ്ക്ക് അടിക്കും അല്ലേ? നമ്മള് കുറുമ്പ അന്ന് പറഞ്ഞ പോലെ കട്ടൊക്കെ എടുക്കുമ്പോഴല്ലേ? അല്ല, അതിലും വലിയ കുറുമ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളി പറയാൻ തയ്യാറില്ല കേട്ടോ. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അതിന് മുമ്പ് വൈഫ് പാടുമായിരുന്നു, കുറേ ഒക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു പാട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാടി തുടങ്ങിയപ്പോഴാണ് വൈഫ് പാട്ട് നിർത്തിയത്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം എല്ലാവരും അനുവദിക്കുകയാണെങ്കിൽ വൈഫിൻ്റെ കൂടെ നിന്നിട്ട് മകളും വൈഫും കൂടി പാടുമ്പം ഒന്ന് കൂടെ നിൽക്കാൻ താല്പര്യമുണ്ട്. കൂടെ നിന്നാൽ പോരാ, കൂടെ പാടണം. ഇൻഷാ അല്ലാഹ് ശ്രമിക്കും. മോളും പാടും, ഭാര്യയും പാടും. അപ്പോൾ മുജീബും കൂടെ പാടണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞാനൊരിക്കൽ പാടിയപ്പോഴാണ് ഇവർ പാട്ട് നിർത്തിയത്. എന്തായാലും കുട്ടിപ്പട്ടർമാൽ അങ്ങനെ നിർത്തില്ല. ഒരു ഫാമിലി സോങ് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഇത്രയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കാം പ്ലീസ്. കിളിയേ ദിക്ർവാടി കിളിയേ സുബഹിക്ക് മീനാരത്തെ വലം വെച്ച് പറക്കുന്ന ദിക്ർവാടി കിളിയേ നിന്നില്ല. നിലവിലാപ്പിട്ടൊരാകാശത്തിൻ്റെ അപ്പുറത്തെ സുബർക്കത്തിൽ അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. കിളിയേ സുബഹിക്ക് മീനാരത്തെ വലം വെച്ച് പറക്കുന്ന ദിക്ർവാടി കിളിയേ നിന്നില്ല.
നീലമേലാപ്പിട്ടൊരാകാശത്തിനപ്പുറത്തിൽ സുവർഗത്തിൽ ആതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്, ആതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചൊല്ല്. അപ്പോൾ വാപ്പ റൗണ്ട് ആയതുകൊണ്ട് തന്നെ വാപ്പമാരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നമ്മളിതാ സാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ജഡ്ജ്മെൻറ്റിലേക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഫാമിലി സോങ്ങിനാണോ നമ്മുടെ മെഹറിൻ്റെ സോങ്ങിനാണോ ജഡ്ജ്മെൻറ്റ് എന്നുള്ളത് എനിക്കറിയില്ല. ചോദിക്കാം നമുക്ക്. ആദ്യം ഒരു ഉപ്പയായതുകൊണ്ടും ഉപ്പ റൗണ്ട് തുടങ്ങിയതിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്ന ഫിറോസ്കയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫിറോസ്ക്ക. മെഹറിൻ വിത്ത് ഉപ്പ ഉമ്മ അനിയത്തി. നന്നായി പാടി മോളെ, നന്നായി പാടി. ഞാൻ ഒരുപാട് വട്ടം ശ്രദ്ധിച്ചു. മോള് ഖൽബിൽ എന്ന് പറഞ്ഞത് കൽബിൽ കറക്റ്റായിരുന്നു ആ ഉച്ചാരണമൊക്കെ. അത് ഭയങ്കരമായി, എനിക്കത് വല്ലാതെ തട്ടി. മോൾ അത്ര കൃത്യമായി അത് ശ്രദ്ധിച്ച് പഠിച്ചല്ലോ. പല കുട്ടികളും വിട്ടുപോകുന്ന കാര്യമാണത്. പിന്നെ മോളെ പാട്ടിൽ ഒരു വരി എന്നെ വല്ലാതെ ടച്ച് ചെയ്തത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉപ്പയുള്ളിൽ എന്നും ഒട്ടേറെ സ്വപ്നങ്ങൾ നെയ്തിരിക്കാം അല്ലേ. ആ സ്വപ്നം ഉമ്മയേക്കാൾ കൂടുതൽ ചിലപ്പോൾ അതിൻ്റെ സ്വപ്നവും ടെൻഷനും ഉപ്പയ്ക്കായിരിക്കും, അച്ഛന്മാർക്കായിരിക്കും. അതാ മോൾ ഈ പാട്ടിൽ പാടിയത് കേട്ടോ. ബാപ്പു അവാർഡിൻ്റെ വരികൾ കയ്യിൽ കിട്ടിയാൽ ഒന്നും നോക്കാനില്ല മോളെ, അത്ര എക്സലൻറ്റ് വരികളായിരിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പാ റൗണ്ട് ഇതാ വീണ്ടും ഉയരുന്നു, മേലേക്ക് പോകുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. നന്നായി പാടി കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ഫിറോസിക്ക. റഹ്മത്ത. മെഹറിൻ നന്നായിട്ട് പാടിയിട്ടാ. താങ്ക് യു. കാരണം എനിക്ക് മെഹറിൻ ഇതുവരെ പാടിയതിന് എന്തെങ്കിലുമൊക്കെ ഇടച്ചല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു പോകും. ഈ പാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സംഗതികളൊക്കെ എന്ത് സുഖമായിരുന്നു എന്നറിയോ കേൾക്കാൻ. ലാസ്റ്റൊക്കെ പാടിയില്ലേ, നന്നായിട്ട് തന്നെ പാടി. പിന്നെ എനിക്ക് തോന്നുന്നു ആ താളം ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു അത് കേൾക്കാൻ, ആ ഓർക്കസ്ട്ര കേട്ടോ. മൊത്തം എല്ലാവരും നല്ല, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്നിച്ചങ്ങ് പറയാമെന്ന് ചോദിച്ചു. ഇവരുടെ നമ്മുടെ ഓർക്കസ്ട്ര തന്നെയല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഉപ്പാക്കിനിയും ഫങ്ഷനൊക്കെ ആയിട്ട് പാടിപ്പിക്കാം കേട്ടോ ഉമ്മാനെ. ഇതുപോലെ മുന്നോട്ട് പോവാം കേട്ടോ. താങ്ക് യു. താങ്ക് യു റഹ്മത്ത. സച്ല. ശരിക്കും ഓരോ ബാപ്പ റൗണ്ട് കഴിയുന്തോറും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. മെഹറിൻ്റെ കാര്യത്തിലാണെങ്കിലും മെഹറിൻ്റെ ഉപ്പ ഉമ്മ, നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ആ പാട്ടും ഒക്കെ ഇവിടെ ഇരുന്നിട്ട് ഞാനതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. നല്ലൊരു ഫാമിലി കേട്ടോ നിങ്ങളുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാളും ടീച്ചേഴ്സാണ് അല്ലേ? ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ മാത്സ് ആണ്, ഇവർ ഫിസിക്സ് ആണ്. ഫിസിക്സ് ആണ്, ഓക്കെ. അതെ, രണ്ടും കടുപ്പമുള്ള വിഷയങ്ങൾ. രണ്ട് വിഷയം എനിക്ക് 10 മാർക്ക് കിട്ടിയ വിഷയം. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാത്സിൽ നല്ല മാർക്ക് കിട്ടാറുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആ ഒരു പ്രൊഫഷണൽ ടച്ചസ് ഈ പാട്ടിൽ മോള് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ പ്ലാൻസും വലിയ മിസ്റ്റേക്സ് ഒന്നും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എല്ലാ പ്ലാൻസും മോള് നല്ല പെർഫെക്ഷനോടെ തന്നെയാണ് മോള് പാടിയിട്ടുള്ളത്. വാക്കുകളും ഭയങ്കര ക്ലിയർ ആയിരുന്നു. ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് മോള് പാടുന്നത്. ആ ഓപ്പൺ ആയിട്ട് പാടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സോങ്ങിൽ ഭയങ്കര ഡെപ്ത് ഉണ്ടായിരുന്നു. താങ്ക് യു സച്ല. ഏതായാലും ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം. ഔട്ട് ഓഫ് 40 റഹ്മത്ത. 39. 39 out of 40. ഫിറോസിക്ക out of 40. 39. 39 out of 40. സച്ല. 20-ലെ 19. 97 out of 100 ആണ് മെഹറിന്. Such a great score. Congratulations. അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത തവണ ഇതിലും കൂടുതൽ മാർക്സ് വാങ്ങാം കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ബോത്ത് ഓഫ് യു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ ഉപ്പ് റൗണ്ടിലെ എല്ലാ പാട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്ക് മനസ്സിലാവണില്ല എന്താണെന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഉമ്മമാർക്ക് വലിയൊരു ചാലഞ്ചായിട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ എല്ലാ ഉപ്പമാരും കുട്ടികളെ എടുക്കുന്നു, താരാട്ട് പാടുന്നു, ഉറക്കുന്നു. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അന്മരിയ പകുതി കണ്ണടച്ചിരിക്കുകയാണ്. ഏതായാലും എനിക്ക് നിങ്ങളുടെ ഉപ്പമാരോട് പറയാൻ ഇത്രമാത്രമേ ഉള്ളൂ. കുഞ്ഞു കുട്ടികളാവട്ടെ വലിയ കുട്ടികളാവട്ടെ എല്ലാ ഉപ്പമാരും ഇത് ഒരു പ്രചോദനമായിട്ടൊരു മോട്ടിവേഷനായിട്ട് എടുത്തിട്ട് എന്തെങ്കിലും നിങ്ങളുടെ കുട്ടികളെ ഒന്ന് തോളത്തെ കയറ്റി താരാട്ടൊക്കെ പാട്ടി ഒന്ന് ഉറക്കുക. അപ്പോൾ തൽക്കാലം ഇവരുടെ ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.